ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1 നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. പാർട്ട് 2 നമ്മൾ ഫ്രണ്ട് പോർഷനും ബെൽറ്റും എല്ലാം എങ്ങനെയാണ് അളവ് ബ്ലൗസിൽ നിന്നെടുത്ത് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി പാർട്ട് 3 എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും പിന്നെ നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം നമ്മൾ 1 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് 2x2. അപ്പം നമ്മൾ അതിൻ്റെ ബാലൻസ് ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ടോട്ടൽ 4 ആയിട്ടാണ് ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെ നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ടോട്ടൽ ഇപ്പം 4 ആയിട്ടാണ് നമ്മളിപ്പോൾ ഇതുപോലെ 2 സ്ലീവിനായിട്ട് മടക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് ലെങ്ത് എടുക്കുന്നതെന്നുള്ളതാണ്. സ്റ്റിച്ചിങ് പോയിൻ്റ് മുതലുള്ളത് നമ്മൾ അളന്ന് നോക്കുക. വിഡ്ത്ത് എടുക്കുന്നതും ഈ ഒരു ഭാഗമായിരിക്കണം നമ്മൾ അളന്ന് എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പൂടെ കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓപ്പൺ ഭാഗവും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് കൊടുക്കണേ. അപ്പോൾ നമ്മൾ വണ്ണം എടുക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഏറ്റവും വണ്ണം കൂടുതലുള്ളത്. അപ്പോൾ അവിടുത്തെ വണ്ണമായിരിക്കണം നമ്മൾ ആ ഒരു രീതിയിൽ എടുക്കുന്നത്. അതല്ല എങ്കിൽ വേറൊരു രീതിയിൽ എടുക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്ന രീതി ഈ ഒരു മെത്തേഡാണ്. നമ്മളുടെ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ 1/2 ഇഞ്ച് തയ്യലിനായിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഈ തയ്യൽ തുമ്പ് വരെയുള്ളത് എത്രയാണോ ഓരോരുത്തരും അവനവൻ്റെ അളവാണ് എടുക്കേണ്ടത്. അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 ഇഞ്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ്. അത് ഇതിൻ്റെ ഇപ്പുറയിലേക്ക് 2 ഇഞ്ച് നമുക്ക് കിട്ടുവേ. ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. ലെങ്ത് നമുക്ക് ഇപ്പം നമുക്ക് എത്രയാണോ ഈ ഒരു ക്ലോത്തിൽ കിട്ടുന്നത് അത് മൊത്തം നമ്മളങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് വേണ്ട ലെങ്തിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ കൂടുതൽ ഇട്ടോണേ. നമ്മൾക്ക് മടക്കി കൊടുക്കാനായിട്ടും തയ്യൽ തുമ്പിനും എല്ലാമായിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് അളന്ന് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മളുടെ ഡൗൺവേർഡായിട്ട് നമ്മളുടെ ഫോർമുലയെ. ആ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിപ്പം 3.6 എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ കാണുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് മുകളിലും 1/2 ഇഞ്ച് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ താഴ്ത്തിയും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അതുവഴി നമ്മൾ ഇതുപോലെ ഓവൽ ഷേപ്പിൽ വരച്ചു കൊടുത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി നമ്മളുടെ ആ ഒരു തയ്യൽ തുമ്പിലേക്ക് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഏതൊരാൾക്ക് സ്വന്തമായിട്ട് വളരെ എളുപ്പത്തിൽ സ്ലീവ് കട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. ഇനി ഓപ്പൺ എത്രയാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നത്. അതാണ് നമ്മളുടെ ഓപ്പൺ ഭാഗത്തും കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ ഒരു പഴയ ബ്ലൗസിൽ നിന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മളിങ്ങനെ അളന്ന് കൊടുത്താൽ മതി. അപ്പോൾ സ്ലീവ് ഈ ഒരു മെത്തേഡിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി. ബാക്ക് പോർഷൻ്റെ അളവ് വെച്ച് കട്ട് ചെയ്താൽ മതി. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടുവേ. ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ഭാഗത്ത് എത്രയാണോ മടക്കി കൊടുക്കേണ്ടത്, ഓപ്പൺ വരുന്നിടത്ത് എത്രയാണോ മടക്കി കൊടുക്കേണ്ടത് അതിനെ ഇങ്ങനെ മടക്കി വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിട്ട് വരുവേ. എന്നിട്ട് നമ്മളിതിനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ ഭാഗം ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യണേ. അതിനായിട്ട് നമ്മളിതിനെ ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ
ചീത്ത വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ നല്ല വശങ്ങൾ തമ്മിലാണ് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ കുഴിവ് വരുന്നിടത്താണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കുഴിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണേ. ഈ ഒരു പാർട്ട് സ്ലീവ് കട്ട് ചെയ്യുന്നത് മാത്രമാണ്. അപ്പോൾ ഏതൊരാൾക്കും സ്വന്തം അളവിൽ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ആയിട്ട് പാർട്ട് 4 ഇടുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം തന്നെ ഇടാവേ. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.